നരേന്ദ്രമോദി നമ്മളെ ചതിച്ചു. പെട്രോളിൻ്റെ പ്രൈസ് കുറയ്ക്കാമെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയിട്ട് പെട്രോളിൻ്റെ പ്രൈസ് കുറച്ചതുമില്ല, മാത്രമല്ല ക്രൂഡ് ഓയിലിൻ്റെ വില ബാരലിന് കുറവായിരുന്നിട്ട് പോലും, അതായത് യു പി എ സർക്കാർ ഭരിച്ചിരുന്ന കാലത്തുള്ളതിനേക്കാൾ കുറവായിരുന്നിട്ട് പോലും പെട്രോളിൻ്റെ പ്രൈസ് കുറയ്ക്കുന്നുമില്ല, പകരം കൂട്ടുകയും ചെയ്യുന്നു. ഇത് ശരിയാണോ? അപ്പോൾ സത്യത്തിൽ നരേന്ദ്രമോദി നമ്മളെ ചതിച്ചിട്ടുണ്ടോ? ബാരലിൻ്റെ വില കുറവായിരുന്നിട്ടും പെട്രോളിൻ്റെ പ്രൈസ് കുറയ്ക്കാതിരിക്കുന്നുണ്ടോ? എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? നമുക്ക് നോക്കിയാലോ. അപ്പം നമ്മളൊരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണല്ലോ നടത്തേണ്ടത്. യു പി എ സർക്കാരിൻ്റെ കാലത്തുള്ള പെട്രോളിൻ്റെ പ്രൈസും ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്തുള്ള പെട്രോളിൻ്റെ പ്രൈസും, ഇതാണല്ലോ നമ്മൾ കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തേണ്ടത്. എൻ്റെ ഇപ്പോൾ ഒരു കണക്കുണ്ട്. അതായത് 2004 മൻമോഹൻ സിംഗ് ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ പെട്രോളിൻ്റെ വില 33.71 ആയിരുന്നു. ഇപ്പോൾ സ്റ്റേറ്റ് വൈസ് എമൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറും. കാരണം സെസ് മറ്റു കാര്യങ്ങളെല്ലാം വരുന്നതുകൊണ്ട് സ്റ്റേറ്റ് വൈസ് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും എന്നുള്ളത് കൊണ്ട് ഞാൻ ഡൽഹിയിലെ പ്രൈസാണ് പറയുന്നത്. 33.71 ആയിരുന്നു 2004 മൻമോഹൻ സിംഗ് ഗവൺമെൻറ് ഭരിക്കാൻ വരുമ്പോൾ. 2014 അത് 71.51 ഈ 71.51 എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളിപ്പം 80 രൂപയിൽ കൂടുതൽ 84 രൂപയോളം കൊടുത്ത് പെട്രോൾ അടിച്ച സമയങ്ങളുണ്ട്. പക്ഷേ അത് പല സമയങ്ങളിലായിട്ടുള്ള ഫ്ലക്ച്വേഷനാണ്. ഇലക്ഷൻ സമയത്ത് ഏകദേശം 71.51 ആയിരുന്നു. അത് ന്യൂഡൽഹിയിലായിരുന്നു, കേരളത്തിലല്ല. അപ്പോൾ കേരളത്തിൽ കുറച്ചുകൂടെ കൂടുതലായിരുന്നതാണ്. അപ്പോൾ ഇത് 2014. 2024 അതായത് ഇപ്പോൾ പെട്രോളിൻ്റെ പ്രൈസ് ന്യൂഡൽഹിയിൽ 94.72 നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കേരളത്തിൽ 106 ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ചേഞ്ച് നമുക്ക് നോക്കാം. ചേഞ്ച് എന്ന് പറയുമ്പോൾ 2004 നിന്നും 2014 വരുമ്പോഴത്തേക്ക് 37.8 രൂപ, അതായത് 33ൻ്റെ ഇരട്ടിയിൽ കൂടുതലാണ് 10 വർഷം കൊണ്ട് പെട്രോളിൻ്റെ പ്രൈസ് ചേഞ്ച് ആയിട്ടുള്ളത്. അതേസമയം 2024 വരുമ്പോൾ 23.21, അതായത് അത്രയും എമൗണ്ട് എന്ത് വരുന്നില്ല, ചേഞ്ച് വരുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത് നോക്കേണ്ടത് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസാണ്. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് 2004 $41.51 ആയിരുന്നു. 2014 $93.17 ആയിരുന്നു. 2024 ഇപ്പോൾ $82.17 ആണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം, 2004 വെച്ച് നോക്കുമ്പോൾ 2014 ഏകദേശം 93.17 ഇരട്ടിയിലധികം ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കൂടുന്നു. അപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഇരട്ടിയിലധികം കൂടുമ്പോൾ പെട്രോളിൻ്റെയും പ്രൈസ് ഇരട്ടിയിലധികം കൂടുന്നു. അപ്പോൾ അതിൽ എവിടെയെങ്കിലും പ്രൈസിനെ പിടിച്ചു നിർത്തി എന്ന് പറയാൻ ഇല്ല. എന്നാൽ 2024 വരുമ്പോഴത്തേക്ക് 82.17 93.17 ഓൾമോസ്റ്റ് ഒരു $11 കുറവുണ്ട്. അപ്പോൾ നമ്മളിപ്പം ചിന്തിക്കുന്നത് എന്താണ്? ശരിയാണല്ലോ എല്ലാവരും പറയുന്നത്, ഈ പറയുന്ന ഡോളറിൻ്റെ വില, ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞല്ലോ, അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഈ പറയുന്ന പെട്രോളിൻ്റെ പ്രൈസ് കൂടി? ഇതാണല്ലോ ചോദ്യം. ഇനി നമുക്കിതിൻ്റെ ഒരു ഡോളർ കൺവേർഷൻ റേറ്റ് കൊടുക്കാം. കാരണം ഇന്ത്യ പെട്രോൾ വാങ്ങുന്നത്, ഇന്ത്യൻ പൈസ എന്ന് പറയുന്നത് റുപ്പീസാണ്. റുപ്പീസിൻ്റെ ഡോളർ മൂല്യം വെച്ചിട്ടായിരിക്കുമല്ലോ ഇന്ത്യ ഈ പറയുന്ന ക്രൂഡ് ഓയിൽ വാങ്ങുന്നത്. 2004 ഈ പറയുന്ന ഡോളർ എമൗണ്ട് എന്ന് പറയുമ്പോൾ, അതായത് ഒരു ഡോളർ എന്ന് പറയുന്നത് 45.32 രൂപയാണ്. ഒരു ഡോളർ എന്ന് പറയുമ്പോൾ 45.32 രൂപ. അതായത് ഈ പറയുന്ന ഒരു ബാരൽ പെട്രോൾ വാങ്ങാനായിട്ട്, അല്ലെങ്കിൽ ഒരു ബാരൽ ക്രൂഡ് ഓയിൽ വാങ്ങാനായിട്ട് 1881 രൂപയാണ് നമുക്ക് ഇന്ത്യക്ക് ചിലവായിക്കൊണ്ടിരുന്നത്. 2014 ഡോളർ വില 63.23 ആണ്. അപ്പോൾ ഈ പറയുന്ന ഒരു ബാരൽ ക്രൂഡ് ഓയിൽ വാങ്ങാനായിട്ട് 5891 രൂപയാണ് ചിലവായിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഡോളർ വില 83.36 ആണ്. അതായത് ഒരു ബാരൽ ക്രൂഡ് ഓയിൽ വാങ്ങാനായിട്ട് 6849, അതായത് ഓൾമോസ്റ്റ് 6850 രൂപയാണ് ചിലവാകുന്നത്. അതായത് 2014 ക്രൂഡ് ഓയിൽ വാങ്ങാൻ ചിലവായിരുന്ന പൈസയേക്കാൾ ഓൾമോസ്റ്റ് ഒരു 1000 രൂപ, അതായത് 958 രൂപയോളം കൂടുതലാണ് ഇപ്പം ഡോളർ വാങ്ങാൻ ഇന്ത്യക്ക്, മീൻസ് ക്രൂഡ് ഓയിൽ വാങ്ങാൻ ഇന്ത്യ ചിലവാക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ വില ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുറവല്ല. ക്രൂഡ് ഓയിലിൻ്റെ വില ബാരലിന് ഡോളർ വൈസ് കുറവാണെങ്കിൽ കൂടിയും ഇന്ത്യക്ക് ചിലവാകുന്നത് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ പറയും, അപ്പോൾ ഈ പറയുന്ന ഡോളർ വാല്യൂ ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് ഭയങ്കരമായിട്ട് കൂടി, അതുകൊണ്ടാണ് ഈ പ്രശ്നമാണ്. ഈ 2004 $45 ആയിരുന്നത് 2014 ഓൾമോസ്റ്റ് $63 ഓൾമോസ്റ്റ് $18 വ്യത്യാസം, മീൻസ് 18 രൂപയുടെ വ്യത്യാസം ഈ പറയുന്ന ഡോളർ വാല്യൂവിൽ വന്നു. അത് 2024 ആകുമ്പോഴത്തേക്ക് 83 ആവുന്നു. അതായത് ഓൾമോസ്റ്റ് വീണ്ടും ഒരു 20 രൂപയും കൂടെ കൂടുന്നു. അപ്പോൾ ഒരു 10 വർഷത്തിൻ്റെ പാരിറ്റി വെച്ച് നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് സിമിലറാണ് മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്തും നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്തും വന്ന വ്യത്യാസം. ഇനി എന്താണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് വന്ന കുറച്ച് വേറെ അധികം ബെനിഫിറ്റുകൾ? ഇൻഫ്ലേഷൻ റേറ്റ് 2004 3.77 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് 2014 ആയപ്പോൾ 4.91 ആയി. അതായത് ഓൾമോസ്റ്റ് 1.14ൻ്റെ വ്യത്യാസം ഇൻഫ്ലേഷൻ റേറ്റിൽ ഉണ്ടായി. അതേസമയം 2024 വരുമ്പോൾ അത് 5.1 ആണ്. അതായത് 0.19 വ്യത്യാസമാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഇൻഫ്ലേഷൻ റേറ്റ് ഇന്ത്യയിലുണ്ടായത്.
ഈ നരേന്ദ്രമോദി സർക്കാർ ഇപ്പം മൻമോഹൻ സിംഗ് ഭരിച്ചിരുന്ന സമയത്ത് കുറച്ച് അസാധാരണമായിട്ടുള്ള സംഭവം ഉണ്ട്. അതിൽ ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ റെസഷനാണ്. ഈ റെസഷൻ തന്നെയാണ് വലിയൊരു സംഭവം. അത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ നല്ല രീതിയിൽ ബാധിച്ചു. പക്ഷേ ഗൾഫ് രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയെ ബാധിച്ചത് കുറവാണ്. അതേസമയം നരേന്ദ്രമോദി സർക്കാർ ഭരിച്ചിരുന്ന സമയത്തുണ്ടായ സംഭവം എന്താണ്? ലോകം മൊത്തം കൊറോണ എന്ന് പറയുന്ന ഒരു വൈറസിൽ എക്കണോമിക് ബ്രേക്ക് ഡൗൺ ഉണ്ടായി. അങ്ങനെ ഒരു എക്കണോമിക് ബ്രേക്ക് ഡൗൺ ഉണ്ടായി. അതിൻ്റെ അനന്തരഫലമായി റെസഷൻ ഉണ്ടായി. റെസഷൻ ഇന്നും നമ്മളെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഒരുപക്ഷേ ഞാനിപ്പോൾ IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും മറ്റ് രാജ്യങ്ങൾ US UK തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ റെസഷൻ എന്തുമാത്രം ഹിറ്റ് ചെയ്തു. അത് വെച്ച് നോക്കുമ്പം ഇന്ത്യ ആ രീതിയിൽ അത് ഹിറ്റ് ചെയ്തിട്ടില്ല. ഹിറ്റ് ചെയ്തിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മറ്റ് രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ അത് ഹിറ്റ് ചെയ്തത് കുറവാണ്. കൊറോണ കാരണം ഉണ്ടായ വൻ എക്കണോമിക് ബ്രേക്ക് ഡൗൺ ഇതെല്ലാം ഉണ്ടായിട്ടും ഇൻഫ്ലേഷൻ റേറ്റിൽ ഇന്ത്യയിൽ വന്ന മാറ്റം വെറും 0.19 ആണ്. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഡോളർ റേറ്റിൽ ഇന്ത്യക്ക് വന്ന മാറ്റം വളരെ സ്വാഭാവികമായിട്ട് വന്നിട്ടുള്ള മാറ്റം തന്നെയാണ്. ഈ മൻമോഹൻ സിംഗിൻ്റെ കാലത്തുണ്ടായിരുന്ന ഡോളർ റേറ്റ് ചേഞ്ചുമായി വെച്ച് നോക്കുമ്പോൾ 2 രൂപയുടെ വ്യത്യാസം മാത്രമാണ് വന്നിട്ടുള്ളത്. അത് ഫ്ലക്ച്വേറ്റിംഗ് ആണ്. അതിൽ വലിയൊരു ചേഞ്ച് എന്ന് പറയാനായിട്ട് ഇല്ല. അപ്പോൾ ഇനി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, പെട്രോൾ പ്രൈസിൽ അത്ര വലിയ ഒരു കൊള്ള നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് വന്നിട്ടുണ്ടോ ഈ ഒരു കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ?